CPM നടത്തിയ കയ്യേറ്റങ്ങളൊക്കെ വളരെ പ്രമാദമാണ്. ഏറ്റവും ഒടുക്കം റോഡ് മൂന്നാറിലെ ഭൂമി കയറ്റം പോലെയല്ല. അല്ല ഒരു റോഡ് കയ്യേറിയിരിക്കുന്നു. ചേട്ടാ വഞ്ചൂരാണ് സംഭവം. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിൽ സെക്രട്ടേറിയറ്റിന്റെ കൃത്യം താഴെ എന്ന് പറയാവുള്ളൂ. മൂക്കിന്റെ താഴെ നമ്മൾ മലയാളത്തിൽ പൊതുവെ പറയാറുള്ള പോലെ സെക്രട്ടേറിയറ്റിന്റെ താഴെ തന്നെയുള്ള വഞ്ചൂർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, തിരുവനന്തപുരത്തുകാരല്ലാത്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് ജില്ലാ കോടതി സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഈ വഞ്ചൂർ. അതിന് മുന്നിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. തീർന്നില്ല, വഞ്ചൂർ പോലീസ് സ്റ്റേഷനും അതിന് മുന്നിൽ തന്നെയാണ്. മൊത്തത്തിൽ നിയമപരമായി നേരിടാനുള്ള അതിന് ക്രമസമാധാനം നേടാനുള്ള എല്ലാവരും സ്ഥാപനങ്ങളും അവിടെ തന്നെ ഉള്ളിടത്താണ് ഇത്രയും പരസ്യമായ നിയമലംഘനം നടന്നു. അവര് CPMന്റെ പാളയം ഏരിയ സമ്മേളനം നടത്താൻ വേണ്ടി വഞ്ചൂരെ രണ്ട് തരത്തിൽ, രണ്ട് വഴി, ഒന്ന് രണ്ട് വേയിലാണ് റോഡുള്ളത്. അതിലൊരു റോഡ് അവർക്ക് അങ്ങ് അടച്ച് വലിയൊരു പന്തൽ കെട്ടി ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വരുന്ന പരിപാടിക്ക് വേണ്ടി റോഡ് കയ്യേറിയിരിക്കുന്നു. ഇതെന്താ വെള്ളരിക്കപ്പട്ടണമാണോ എന്നാണ് എനിക്ക്. അല്ല, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപക്ഷെ ഈ സ്ഥലം അറിയാൻ പാടില്ലാത്തൊരു കുറിച്ച് പറയാണ്. ഈ പാളയത്ത് നിന്ന് നമ്മൾ വഞ്ചൂരിലേക്ക് വരുന്ന ആ ഒരു ഭാഗം അത്ര വലിയ റോഡല്ലേ. മാത്രമല്ല ഇവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ വല്ലാതെ ഈ സ്കൂൾ വിടാൻ നേരത്തൊക്കെ ഒരുപാട് ഈ കുട്ടികളെ വിളിക്കാൻ വേണ്ടി വണ്ടികൾ, സ്കൂൾ ബസ് എല്ലാം കൂടെ പാർക്ക് ചെയ്യുന്ന ഒരു തിരക്ക് ഒരു വശത്തുണ്ട്. കോടതിയാണ്, വലിയ കോടതി സമുച്ചയമാണ്. കോടതിയിൽ വരുന്ന ആളുകളും വക്കീലന്മാരെ ക്ലയൻസിന്റെ ഒക്കെ തിരക്കുള്ള ഭാഗമാണ്. ഭാഗത്ത് ഇവര് തന്നെ ഒരു ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞാല് അത് നോക്കുമ്പോ പോലീസുകാരാണ് ഒരു വഴി കൂടെ തിങ്ങി ഞെരിങ്ങി. ഒരു വശത്ത് സ്കൂളുകൾ വിടുന്ന ഒരു ബസ്സും ഒരു ജീപ്പും കാറും കൂടെ ഇങ്ങനെ സ്കോർപ്പിയോ കൂടെ അത് ചേർന്ന് നിൽക്കുന്നു. അതായത് സുഖമായി പോകാം. ഞാൻ ചോദിക്കട്ടെ, ഈ വഴികൾ കയ്യേറുക അല്ലാതെ ഈ വല്ല മൈതാനമൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ഇവർക്ക് ഒരുപാട് ഫണ്ടുണ്ടല്ലോ, കാശുള്ള പാർട്ടിയാണല്ലോ, പിച്ചച്ചട്ടി എടുത്ത പാർട്ടിയൊന്നുമില്ല. അവർക്ക് ഒരു തിരുവനന്തപുരത്ത് എത്രയോ വലിയ ഓഡിറ്റോറിയങ്ങളുണ്ട്, വലിയ കൺവെൻഷൻ സെന്ററുകളുണ്ട്, ഇൻഡോർ സ്റ്റേഡിയം കിടക്കുമല്ലോ ഇവിടെ, ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ അതൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് ഈ ജനങ്ങളുടെ വെല്ലുവിളിയാണിത്. കാരണം ഞങ്ങൾക്ക് നിങ്ങളൊന്നും ഒരു ബാധകമല്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും. പോലീസ് ഇവരുടെ കയ്യിലാണ്. മാത്രമല്ല ഭരിക്കുന്ന ആൾക്കാര്, ഇതിപ്പോ മറ്റേ ഗായത്രി ബാബു, കൗൺസിലർ, ഇവരെല്ലാം CPMന്റെ ആൾക്കാരാണ്. അവർക്ക് പിന്നെ എന്ത് നോക്കാം. ഞാനിപ്പോഴും ചോദിക്കുന്നത്, ഏത് പഞ്ചായത്ത് രാജിന്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാനുവലിൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടാൻ അധികാരമുള്ളത്? പണ്ട് ഞാൻ താമസിക്കുന്നത് കോട്ടയത്ത് ഞാലിയാഴി എന്ന സ്ഥലത്താണ്. അവിടെ ആദ്യമായിട്ട് ഞാൻ ഇന്ന് കയ്യേറ്റങ്ങൾ എൻ്റെ നാട്ടിലാണ്. CPMന്റെ ഇതുപോലെ തന്നെ ബ്രാഞ്ച് സമ്മേളനം, ലോക്കൽ സമ്മേളനം നടത്താൻ വേണ്ടി സ്റ്റാൻഡിന്റെ നടുക്ക്, അതായത് പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ നടുക്ക് കൊണ്ടുപോയി സ്റ്റേജ് അങ്ങ് കെട്ടി. ബസ്സുകളെല്ലാം കയറ്റാൻ സമ്മതിക്കത്തില്ല. പിന്നെ ബസ് കയറുന്ന ഏത് വഴിയാണ്? അത് പിന്നെ പാർട്ടിക്കാർ തന്നെ ഭരിക്കുന്നവരൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് പിന്നെ കേസൊന്നും ആയില്ല, ഇവർ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തു. അതൊന്നും ആലോചിക്കണം, ടാർ ചെയ്തതിന് തൊട്ട് പറയാണ് ഇവരൊന്ന് കുഴിച്ചിടുന്നത്. തിരിച്ചാൽ നന്നായി കൊടുക്കുകയില്ലല്ലോ. ഇല്ല, അതൊന്നും സർക്കാരിന്റെ ജോലി അല്ലെങ്കിൽ ജനങ്ങളുടെ ജോലിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആണെന്നോ കണ്ണൂർ ഏതോ സ്ഥലത്തല്ലേ പാർട്ടി റോഡിൽ സ്റ്റേജ് കെട്ടി ബസ് ഇടിച്ച് കയറി. വലിയ അപകടമൊന്നും ഉണ്ടാവാതിരുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കേണ്ടത്, അവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കാത്ത ചേട്ടൻ കണ്ടോ, എതിർക്കത്തില്ല, അവർക്ക് ആവശ്യമുള്ളതെന്ന്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥിരമായ പരിപാടി റോഡിലെ ജനങ്ങളുടെ ജനജീവിതം ദുസ്സഹമാക്കി അവരുടെ സ്വൈര്യവിഹാരം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പാർട്ടിയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാ ഇടങ്ങളിലും ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ നടക്കുന്നത് കാരണം വഴിയിലൊക്കെ ഒരു ജാഥ അങ്ങ് തുടങ്ങും. ഈ പണ്ടൊക്കെ വേറെ വിചിത്രമായ രീതി ഉണ്ടായിരുന്നു. ഈ ശക്തി പ്രകടനം നടത്തും എല്ലാവരും. ശക്തി പ്രകടനം എന്ന് പറയുന്നത് ഒരു ജാഥ ഒരു പോയിന്റ് കിടക്കാൻ ഇത്ര സമയം എടുത്തു എന്നാണ്. എന്ന് വെച്ചാൽ ജനത്തിന് എത്രമാത്രം ദ്രോഹിക്കാൻ പറ്റുമോ അത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ, അതിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പം ഏതായാലും അത് ജനങ്ങളത് ഇഷ്ടപ്പെടാത്തതെന്ന് അവർക്ക് മനസ്സിലായി, അതിപ്പോൾ ഒന്ന് കുറച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ പണ്ടുണ്ടായിരുന്ന പ്രശ്നം ആർക്ക് ഏത് നേരത്ത് പറഞ്ഞത് ജാഥ നടത്തായിരുന്നു. നമ്മളെ സംബന്ധിച്ച്, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ വലിയ പ്രതിസന്ധി സെക്രട്ടേറിയറ്റ് മാർച്ച്, നിയമസഭാ മാർച്ച്, രാജ്ഭവൻ മാർച്ച്, GPO മാർച്ച്, AG's ഓഫീസ് മാർച്ച്, ഒരു ചുറ്റുവട്ടത്തിന് ആയിട്ട് ഇത്രയുണ്ട്. ചുരുക്കത്തില് തിരുവനന്തപുരം വളരെ ചെറിയൊരു സിറ്റിയാണ്, എല്ലാം ഒരു 50 കിലോമീറ്റർ ദൂരപരിധിയിൽ എല്ലാം ഉണ്ട്. പക്ഷേ ഇത് ഇവരെല്ലാവരും കൂടെ രാവിലെ സമരം ചെയ്യാനുള്ള ആലോചന. സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ റോഡ് വികസനം നടക്കുന്ന ഒരു സമയത്ത് എന്തിനാണ് റോഡുകൾ എന്നുള്ള ധാരണ പോലും ഇല്ല ഇവർക്ക്. അല്ല, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ വിളിക്കുക, അവരിവിടെ വന്ന് ഒരു സ്ഥലം കാണാൻ പോവുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ. അവരങ്ങനെ പിന്നെ അവരും വരില്ല. ഇവിടെ BMW പ്ലാന്റ് വരാൻ വേണ്ടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് BMW പ്രതിനിധികൾ വന്നു.
അവർ താമസം ഹോട്ടലിൽ രാവിലെ ചർച്ചയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച വണ്ടികളെ ഓടിച്ചിട്ട് കല്ലെറിയുന്നു, പിടിക്കുന്നു, പോകണം. എന്താ സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞ് ഇതിവിടെ കേരളത്തിൽ മാത്രമുള്ളതാണ്, ഹർത്താർ എന്നൊരു കലാപരിപാടിയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുക, വെളി ഇറങ്ങിയാൽ അടി ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ വണ്ടിയും തല്ലി പൊട്ടിക്ക് നിങ്ങൾക്ക് അടിയും കിട്ടുമെന്ന് പറഞ്ഞു. അതുവഴി പോയ സായിപ്പ് ചെന്നൈ പോയി അവിടെ. അതിവിടെ എങ്ങനെയാണല്ലോ സ്വാഭാവികമാണ്. ഇവിടെ വരേണ്ടിയിരുന്ന IT ഹബ്ബുകളാണ് ഇപ്പം ബാംഗ്ലൂരിൽ ഇരിക്കുന്നത്. ഇവിടെ വരേണ്ടുന്ന ഒരുപാട് നിക്ഷേപങ്ങളാണ് അന്യ സംസ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടത്. ഇതിപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജനക്ഷേമമെന്നോ എന്താണ് പാർട്ടി പ്രവർത്തനം എന്ന് പോലും സത്യത്തിൽ ഇവർക്ക് അറിയില്ല. വിദേശത്തൊക്കെ എവിടെയെങ്കിലും ഇങ്ങനത്തെ പരിപാടി നടക്കുമോ? അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പോലും അവർ കാണിക്കുന്ന മര്യാദ അല്ല, എന്തിന് ഡൽഹിയിൽ പോലും നമ്മൾ പാർലമെന്റ് മാർച്ച് എന്ന് പറയും. ഡൽഹിയിൽ പാർലമെന്റ് എവിടെ ഇരിക്കുന്നു, ഞാൻ പാർലമെന്റ് മാർച്ച് നടത്താൻ പോയിട്ടുണ്ട് പണ്ട്. അത് കേരള ഹൗസിന്റെ മുന്നിലുള്ള ജന്തർ മന്ദർ റോഡ് എന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ മാർച്ച് നടത്തി നമ്മളാണ് പാർലമെന്റ് എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നു. പാർലമെന്റ് ഇരിക്കുന്നത് അതിന് എത്രയോ കിലോമീറ്റർ ദൂരെയാണ്, അതിനപ്പുറത്തേക്ക് പോകാനും പറ്റും. അതെ, പണ്ട് ഈ ഡൽഹിയിൽ ബോട്ട് ക്ലബ്ബ് മൈതാനി ഉണ്ടായിരുന്നു. ഈ സമരങ്ങൾ പലതും അവിടെയാണ് നടക്കുമായിരുന്നു. പിന്നീട് അതും മാറ്റി. കാരണം അത് പിന്നെ ഒരു നഗരമാണ്, ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അതൊക്കെ എല്ലാവർക്കും ഈ ജനത്തിനെ ബുദ്ധിമുട്ട് കൊണ്ടുള്ള സമരങ്ങൾ ഭയങ്കര മോശമാണ്. അത് മാത്രമല്ല, ഇവരെന്താണ് പ്രസംഗിക്കാൻ പോകുന്നത്? ഇനി സ്റ്റേജ് കെട്ടിയിട്ട് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്ത് ജനങ്ങൾക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ സൗകര്യം? മഞ്ചേരി തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, തൊട്ടടുത്താണ് ജനറൽ ഹോസ്പിറ്റലുള്ളത്. ഒരാൾക്ക് സുഖമില്ലാതായാൽ പെട്ടെന്ന് അതൊരു കൊണ്ടുവന്നാൽ ആംബുലൻസ് അവിടെ പെട്ടുപോകും. അതിന് നമുക്ക് അല്ലാതെ തന്നെ ഒരു വീട്ടിലെ പിന്നെ ഒരു ആൾക്ക് സുഖമില്ലാതെ ആ വഴിയിൽ തന്നെ ഒരാൾക്ക് സുഖമില്ലാതെ അയാൾ ഏത് വഴി പോകും? വഴിയില്ല. മാത്രമല്ല ഇത് മാത്രമല്ല ചേട്ടാ, അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ CPM-കാർക്ക് ഒരു പ്രത്യേക ഇതാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു സംഭവം കൂടെ പറയാതെ എന്തായാലും ഇതിനകത്ത് സംസാരിക്കാതിരിക്കാനാവില്ല. കാര്യം യൂണിവേഴ്സിറ്റി കോളേജിലെ എന്താ പറയുക ഭിന്ന വിഭാഗത്തിൽ ഭിന്നശേഷിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി, മുഹമ്മദ് അനസ് എന്നാണെന്ന് തോന്നുന്നു അവരുടെ പേര്. അയാൾക്ക് കാലിന് സുഖമില്ല, വിരലുകൾ ഇല്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മരത്തിൽ കയറി തോരണം കെട്ടാൻ പറഞ്ഞു. പറ്റില്ല, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അയാളെ യൂണിയൻ ഓഫീസിൽ കൊണ്ടുപോയിട്ടിട്ട് യൂണിറ്റ് കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ടിട്ട് മർദ്ദിച്ചിരിക്കുന്നു. അവിടെ വിചാരണ നടത്തി മർദ്ദിക്കുന്ന പരിപാടി. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്കത് അറിയാൻ കൃത്യമായിട്ട്. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ, പാർട്ടി വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞ അനുസരിക്കാത്തവന്മാരെ ഈ അവിടെ കൊണ്ട് വിചാരണ അനുസരിക്കാത്തവരെല്ലാം വിരുദ്ധന്മാരാണ് ഇവർക്ക്. അങ്ങനെ പറഞ്ഞനുസരിച്ചോളണം, മനസ്സിനനുസരിച്ച് മാത്രമല്ല. രസകര കാര്യം, ഇയാളെ നാട്ടിൽ പഠനകാലയളവിൽ എങ്ങനെ എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ടോ അനുഭവങ്ങൾ? അല്ല, അന്ന് പിന്നെ അവിടെ പിന്നെ വേറെ ആരും ഇല്ലല്ലോ. യൂണിവേഴ്സിറ്റി കോളേജിൽ അന്നും ഇന്നും ആരുമില്ല, വേറെ രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളില്ല. ഈ ഇടയ്ക്ക് ഇവിടെ എന്താ KS യൂണിറ്റ് വന്നു പറഞ്ഞ് പിന്നെ അതങ്ങ് പോയി. ഞാൻ CMS കോളേജിലാണ് പഠിച്ചത്. അത് ഞങ്ങൾ വേറെ ഒരിക്കലും ഒരു പ്രമുഖരായ മാധ്യമപ്രവർത്തകരെ കഥ പറഞ്ഞിട്ടുണ്ട്. നടന്നായിരിക്കും 91 അസംബ്ലി ഇലക്ഷൻ കാലത്ത്. അന്ന് K കരുണാകരനാണ് സർവ്വപ്രതാപിയായിരിക്കുന്ന സമയത്താണ്. അദ്ദേഹം സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ ആരോ ഒന്ന് പറഞ്ഞു, KSU നേതാക്കന്മാർ കാണാൻ വന്ന് നിൽക്കുകയാണ്. അപ്പം പറയാം അതിനെന്ത് വരാൻ പറയുമെന്ന് പറഞ്ഞു. അവിടെ അവരെല്ലാം K കരുണാകരൻ്റെ മുന്നിലെത്തുന്നു. അപ്പോൾ വന്നോളം തന്നെ അവരൊക്കെ പറയുന്നുണ്ട്, ലീഡറെ ഞങ്ങളെ പരിഗണിക്കണം, സ്റ്റേറ്റിലെത്തേക്ക് കണ്ട് VM-നെ ആക്കി, VM സുധീരനെ ഉമ്മൻചാണ്ടി പിന്നെ KS-ൻ്റെ നേതാവായിരുന്നപ്പോൾ എല്ലാവരും ലിസ്റ്റൊക്കെ അവർ കൊടുത്തു. കരുണാകരൻ പറഞ്ഞു, ഇത്തവണ നിങ്ങൾക്കാണ് സീറ്റ്, ചെറുപ്പക്കാർക്കാണ് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നേതാക്കന്മാർ സന്തോഷിച്ചു വന്നു. പക്ഷേ അദ്ദേഹം ചെറിയൊരു കണ്ടീഷൻ ഞാൻ, പക്ഷേ എനിക്ക് ചെറിയൊരു കാര്യം ചെയ്തു തരണം കോൺഗ്രസിന് വേണ്ടി എന്ന് പറഞ്ഞു. എന്ത് പറ്റിയത്? ഒന്നുമില്ല, യൂണിവേഴ്സിറ്റി കോളേജിലും കൊല്ലം SM കോളേജിലും തലശ്ശേരി പട്ടണം കോളേജിലും പോയി അവരെ യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞു. അന്ന് ഓടി KSUകാരെ പിന്നെ കണ്ടിട്ടില്ല എന്നാണ് അന്നത്തെ ആ മുതിർന്ന മാധ്യമപ്രവർത്തനം നമ്മുടെ അടുത്ത് പറഞ്ഞു. സത്യമായിരിക്കും, ഇത് തമാശയായിരിക്കാൻ സാധ്യതയില്ല, യാഥാർത്ഥ്യമായിരിക്കും. അപ്പോൾ അവിടെ അന്നും ഇന്നും അവിടെ ജനാധിപത്യമൊന്നുമില്ല. ജനാധിപത്യ സോഷ്യലിസം ഒക്കെ പതാകയിൽ മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യം, ജനാധിപത്യമൊക്കെ ഇവര് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഞാൻ CMS കോളേജിലാണ് പഠിച്ചിരുന്നത്. ഞാൻ അവിടുത്തെ SFIയുടെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് എനിക്കറിയാം ആ തിളപ്പിന്റെ പ്രായം ഉണ്ടല്ലോ, പ്രായത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ദിവസം എൻ്റെ ക്ലാസ്സിൽ തന്നെ ക്യാമ്പയിൻ നടക്കും ഇലക്ഷൻ സമയത്ത്. അത് KSUക്കാരൻ ഒരാൾ പറഞ്ഞു ക്യാമ്പയിൻ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് CMS കോളേജ് ഓട്ടോണമസ് ആക്കാൻ പോകുന്ന ഘട്ടത്തിലാണ്. അന്ന് വലിയ പ്രശ്നമായി. പിറ്റേ ദിവസം SFIക്കാരെല്ലാം കൂടെ അയാളെ എടുത്തിട്ട് അടിച്ചു. അത് ഞാനും കൂടെ അറിഞ്ഞുകൊണ്ടാണ്. എന്നുവെച്ചാൽ ഞാൻ അതിൻ്റെ കുറ്റവാളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ വന്നയാൾ എന്നെ പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പുറത്താക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി. ഈ സമയത്ത് എനിക്കറിയാവുന്നത്, ഞാൻ ഇപ്പം ആലോചിക്കുമ്പോഴാണ് എന്തൊരു മോശമായിരുന്നു അത്. നമ്മൾ വർഷം ആലോചിക്കുമ്പോഴേക്കും നമുക്ക് അതിന് തെറ്റ് മനസ്സിലാവുന്നത്. ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ താഴെ ജില്ലാ കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു നിയമത്തെ വെല്ലുവിളിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം കോടതി മുന്നിലിരിക്കുന്നു, പോലീസ് സ്റ്റേഷനുണ്ട്, തൊട്ടടുത്ത് ആശുപത്രിയുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആളങ്ങോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ഞങ്ങളങ്ങ് തീരുമാനിക്കുമെന്ന്. ഇത് അനുമതി കൊടുത്ത ആരാണെന്ന് ആദ്യം അന്വേഷിക്കണം. അനുമതി എവിടെ? അനുമതിയോടെ എല്ലാ നിയമപരമായ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അനുമതി നൽകേണ്ട ആളിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുള്ള നോക്കിയാൽ എല്ലാം ഒരുമിച്ച് സംഭവിച്ചതാണ്. അതായിരിക്കും. അതല്ലാതെ
ഇതൊക്കെ ഈ ഒരു കാരണവശാലും ഇത് നമ്മുടെ അല്ല, ഇത് നാട്ടിൽ മാധ്യമങ്ങൾ എപ്പോഴും ഇത് കൈരളി റിപ്പോർട്ട് ചെയ്യില്ല. എപ്പോഴും ഏകാധിപത്യപരമായി മാത്രം. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഉത്തര കൊറിയയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം വേണം, മാധ്യമങ്ങൾ വേണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം കൂടി ഇതാണ്. ഇവർ മാത്രമാണെങ്കിൽ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഇതിപ്പോൾ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടും അവർ റിപ്പോർട്ട് ചെയ്തത് കൊണ്ടും ജനങ്ങളുടെ പ്രതിഷേധം അവർക്ക് രേഖപ്പെടുത്താൻ ഒരു വേദി കിട്ടി എന്നുള്ളതാണ്. എന്തായാലും ഈ കാണിച്ചത് ധാർഷ്ട്യമാണ്, അഹങ്കാരമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അക്കാര്യത്തിന് യാതൊരുവിധ സംശയത്തിൻ്റെ ആവശ്യവുമില്ല. അതിന് പ്രതിപക്ഷം ഇക്കാര്യത്തിലൊന്നും മിണ്ടില്ല എന്ന് നമുക്കറിയാം. കാരണം ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, ദേ സ്റ്റിക്ക് ബൈ ഈച്ച് അതർ ദ വില്ലൻസ് എന്ന് പറയും. അതെ. ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത.